ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് സ്വിച്ച് ബോർഡിൽ വെക്കാൻ പറ്റുന്ന MCB, അതായത് വൺ മോഡ്യൂൾ അതായത് സ്വിച്ചിൻ്റെ അത്രയും വരുന്ന ഒരു MCBനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതായത് നമുക്ക് എത്ര ആംപിയർ വേണമെങ്കിലും നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇതാണ് കമ്പനി വരുന്നത്. സെൽവോ എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മൾ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന MCB. ഇത് വൺ മോഡ്യൂളാണ്. ഇത് LEസിൻ്റെ സ്വിച്ചിലാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ പല സ്വിച്ചുകൾ മോഡുലാർ ടൈപ്പ് ആണെങ്കിലും പല ലോക്കുകളാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഹൈഫൈ എന്ന് പറയുന്ന LEs അല്ല, ഹൈഫൈ എന്ന് പറയുന്ന സ്വിച്ചിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്നത്. ഹൈഫൈയുടെ ലോക്കും ഏകദേശം ക്രാഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ലോക്കും തമ്മിൽ, ക്രാഫ്റ്റ് മോഡലും തമ്മിൽ ഏകദേശം സാമ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ക്രാഫ്റ്റിയിൽ വെക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഹൈഫൈയിലും വെക്കാം. ലോക്ക് സെയിം ആണ് വരുന്നത്. നമ്മളിത് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് വരുന്നത്. നമുക്കൊരു എക്സ്ട്രാ ഒരു പ്ലഗിന് നമുക്ക് ഒരു MCB വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ DBയിൽ അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് വെച്ച് കൊടുക്കണം. നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ആദ്യമേ തന്നെ ഒരു 4 മോഡ്യൂളുടെ ഒരു മെറ്റൽ ബോക്സ് സെറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മോഡുലാർ ടൈപ്പ് പ്ലേറ്റ് വാങ്ങിക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഈ MCB നമുക്ക് എൻ്റെ ആംപിയർ കാര്യങ്ങളെല്ലാം അതിൻ്റെ അത് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നും ഔട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, സാധാരണ നമ്മൾ MCBയിൽ കൊടുക്കുന്ന പോലെ തന്നെ ഇന്നും ഔട്ട്, ഇതിൽ നമ്മൾ ഇന്ന് കൊടുക്കുന്നു, അതിൻ്റെ മുകളിൽ നിന്ന് ഔട്ട് എടുക്കുന്നു. ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഔട്ട് നമ്മൾ കൊടുക്കുന്നു. അതായത് ഇപ്പോൾ ഫേസ് ആണ് വരുന്നതെങ്കിൽ ഇൻവെർട്ടർ ഫേസ് ആണ്, അല്ലെങ്കിൽ സാധാ ഏത് ഫേസ് ആണെങ്കിലും ആദ്യമേ തന്നെ MCBയിലേക്കാണ് വരുന്നത്. MCBയിൽ നിന്ന് നേരെ സ്വിച്ചിലേക്ക് വരുന്നു. സ്വിച്ചിൽ നിന്നാണ് നേരെ പ്ലഗ് സോക്കറ്റിലേക്ക് വരുന്നത്. ന്യൂട്രൽ കാര്യങ്ങളെല്ലാം കറക്റ്റ് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ന്യൂട്രൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പ്ലഗ് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കും. എർത്തും അതുപോലെ തന്നെ എർത്ത് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഈ കൺട്രോളിങ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് മാത്രമാണ് കൺട്രോളിങ് വരുന്നത്. ഈ ഫേസ് നിങ്ങൾക്ക് സാധാ ഫേസ് വേണമെങ്കിൽ സാധാ ഫേസ് കൊടുക്കാം. ഇനി അതല്ല ഇൻവെർട്ടർ ഫേസ് വേണമെങ്കിൽ ഇൻവെർട്ടർ ഫേസ് കൊടുക്കാം. നമ്മൾ 10 ആംപിയറിൻ്റെ MCB ഉണ്ട്. അതുപോലെ തന്നെ പല ആംപിയറിൽ നമുക്കിത് ഏതാണോ ആവശ്യമുള്ള ആംപിയർ അത്രയും ആംപിയറിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. സാധാരണ പോലെ തന്നെ MCB തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. വ്യത്യാസം വേറെ ഒന്നുമില്ല, അതിൻ്റെ സ്മോൾ സൈസ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് സ്വിച്ച് ബോക്സിൽ, അതായത് മോഡുലാർ ടൈപ്പ് വരുന്ന സ്വിച്ച് ബോക്സിൽ നമ്മൾ ബോർഡിൽ കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് വളരെ ചെറുതായിട്ടുള്ള MCB ആണ്. ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും. കാരണം നമുക്ക് എവിടെയെങ്കിലും MCB വെക്കാൻ ഇനിയിപ്പോൾ DBയിൽ പ്രത്യേകിച്ച് സ്ഥലങ്ങളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമുക്കൊരു സർക്യൂട്ട് കൊണ്ടുപോകുന്ന സ്ഥലത്താണെങ്കിലും പവർ ലൈനിലാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു MCB വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്രയും സേഫ്റ്റി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഈ MCB ആയിരിക്കും ആദ്യം ട്രിപ്പ് ആവുക. ഷോർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ MCB ആയിരിക്കും ആദ്യം ട്രിപ്പ് ആവുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.